കാസർകോട്ടെ മടിക്കൈ ചെങ്കൊടി കൈകളിലേന്തിയ കർഷക പോരാളികളുടെ നാട്. ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ച് അന്ന് തൊട്ടിന്നുവരെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സർവാധിപത്യമാണ്. 1950-കൾ അതുവരെ മടിക്കയിലെ പ്രാദേശിക ഭരണകൂടത്തെ തിരഞ്ഞെടുത്തു വന്നിരുന്നത് പ്രദേശത്തെ ജന്മി കുടുംബമായിരുന്നു. തിരുവായ്ക്ക് എതിർവായില്ലാത്ത കാലം. ആരും ഈ സമ്പ്രദായത്തിനെതിരെ രംഗത്ത് വന്നില്ല. എന്നാൽ ജന്മിമാരുടെ ഭരണത്തിനെതിരെ ജനകീയരായ സ്ഥാനാർത്ഥികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്തിറക്കി. പിന്നീട് നടന്നത് ചരിത്രം. കർഷക സമരങ്ങൾ മലബാറിലും ദക്ഷിണ കന്നഡയിലും കൊടുമ്പിരി കൊണ്ട കാലം. ഒളിവിലിരിക്കാനായി നേതാക്കൾ തിരഞ്ഞെടുത്ത പ്രധാന സങ്കേതം മടിക്കൈയായിരുന്നു. 1928 തന്നെ മടിക്കയിലെ ഒരു വായനശാല, ചുള്ളിക്കാൽ ശാല എന്നൊരു ശാലയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ മാതൃഭൂമി പത്രം കാഞ്ഞങ്ങാട്ട് നിന്ന് ഒരു പത്രം വരുത്തി അത് വായിക്കുകയും സാക്ഷരതാ പ്രവർത്തനം, അതുപോലെ തന്നെ ഈ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഒരു ശാല, ഇന്നത്തെ വായനശാല മടിക്കയിലുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതിലൂടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും പിന്നീട് കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കർഷക സംഘമൊക്കെ വളർത്തിയെടുക്കുകയും ഒരു പൊതുബോധം മടിക്കയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. ഭരണചക്രങ്ങൾ ഏറെ ഉരുണ്ടെങ്കിലും മടിക്കൈ ചുവപ്പിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. പലപ്പോഴും പഞ്ചായത്തിൽ പ്രതിപക്ഷം നാമമാത്രമായി ചുരുങ്ങി, അല്ലെങ്കിൽ തീരെയില്ലാതായി. ഇനിയും ആ ചരിത്രം അങ്ങനെ തന്നെ തുടരുമെന്നതാണ് LDF നേതൃത്വത്തിന്റെ വിശ്വാസം. 75 കഴിഞ്ഞ് ഇനി ഞങ്ങൾ 80-ാം വാർഷികത്തെ 100-ാം വാർഷികം കുറച്ച് നമ്മളൊന്നും ഉണ്ടാവില്ല. ആയിട്ട് 100-ാം വാർഷികം ഇതിനേക്കാളും വലിയ ഗംഭീരമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്തവണ മടിക്കൈയിൽ ജനവിധി തേടുന്നത്. ഈ കാലയളവിൽ തങ്ങൾക്ക് ലഭിച്ച സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളുടെ മേന്മയും വോട്ടായി മാറുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ജനകീയ പിന്തുണ, ജനകീയ ഭരണം എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ മേഖലക്കകത്ത് ഇപ്പോൾ കേരള സർക്കാർ നടപ്പിലാക്കുന്ന നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 4 മിഷനുകളും ഏറ്റവും നന്നായി തന്നെ നമുക്ക് ചലിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. UDF സാന്നിധ്യം പേരിന് പോലുമില്ലാത്ത മടിക്കൈ പഞ്ചായത്തിൽ പ്രതിപക്ഷമായുള്ളത് ഒരൊറ്റ അംഗം മാത്രമുള്ള BJP ആണ്. പൊതുവെ മടിക്കൈ ഇടതുകോട്ടയാണെന്നാണ് വ്യാഖ്യാനങ്ങളെങ്കിലും ഇവിടെ കൃത്യമായി BJPക്കും സ്വാധീന മേഖലകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മടിക്കൈ കമാറിനെ പോലുള്ള എത്രയോ മുതിർന്ന നേതാക്കളെ നാടിന് സംഭാവന ചെയ്ത മേഖല കൂടിയാണിത്. ഇവിടെ കൃത്യമായ ഭരണവിരുദ്ധ വികാരം ചർച്ചയാകുമെന്നതാണ് BJP നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഇത്തവണ മാറ്റം വരുത്താനായി BJP ക്യാമ്പും കോപ്പ് കൂട്ടുകയാണ്. വർഷങ്ങളായി കയ്യൂർ സമരത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞുകൊണ്ട് കുപ്രചരണം നടത്തിക്കൊണ്ട് പഴയ കാലത്തെ ഫ്യൂഡൽ സമ്പ്രദായത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് മടിക്കി മുഴുവനും കമ്മ്യൂണിസ്റ്റ് കോട്ടയാണെന്ന പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇക്കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാവട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാവട്ടെ, 3500-ൽ ഏകദേശം 10,000-ൽ 3500-4000-ഓളം വോട്ടുകൾ സ്വന്തമാക്കുന്ന പാർട്ടിയാണ് BJP. സ്വാതന്ത്ര്യ സമരകാലം തൊട്ടുള്ള വലിയൊരു ചരിത്രമാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിന് പറഞ്ഞു വെക്കാനുള്ളത്. ഇവിടെ ഇനിയും തുടർഭരണം ഉണ്ടാവുമെന്ന് ഭരണപക്ഷവും ഭരണം മാറുമെന്ന് പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയ്ക്ക് തീപിടിക്കുമെന്നുറപ്പാണ്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.